വിനു'സ്ലൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ഈ ബീഫ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കിലോ ബീഫാണ്. ഇത് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി മുറിച്ചെടുത്തിരിക്കുന്ന ബീഫാണ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു 200 ഗ്രാമോളം ഇഞ്ചി ഞാനിതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഒരു മുഴുവൻ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഇഞ്ചിയും തേങ്ങാക്കൊത്തും ഒക്കെ വഴറ്റി ചേർക്കുന്നതിനേക്കാളും രുചിയുണ്ട് ഇതിങ്ങനെ പച്ചയ്ക്ക് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും 7 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കണം. അതൊരു പകുതി ചൂടായി കഴിയുമ്പോൾ അതിന് ശേഷം നമുക്ക് ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ മൂപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 7 സവോള ചെറുതായി അരിഞ്ഞതും ഒരു 6-7 പച്ചമുളക്, അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 20 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിലോട്ട് ചേർത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഇറച്ചി അടുപ്പിൽ വെച്ചു. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ആ തയ്യാറാക്കിയ ഉള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചക്കപ്പ വേവിച്ചതിനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബീഫ് കറി. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കിതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇറച്ചി വിറകടുപ്പിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് നന്നായിട്ട് വെള്ളം വേണം. അപ്പം ഞാനിത് നേരത്തെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഏകദേശം 1.5-2 മണിക്കൂറോളം അടുപ്പിൽ വേവിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ആദ്യമേ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പകുതി വേവായിട്ട് ചേർക്കുകയാണെങ്കിൽ ആ കറിവേപ്പിലയുടെ രുചിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കണം. അതിന് ഞാനിവിടെ ചെറിയുള്ളിയും കടുകും താളിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.